നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. മൂവാറ്റുപുഴയിൽ നിന്നും പുതിയ 2 KSRTC ബസ് സർവീസുകൾ ആരംഭിച്ചു. മൂവാറ്റുപുഴ ഡിപ്പോയിൽ നടന്ന ചടങ്ങിൽ ബസ് സർവീസുകളുടെ ഉദ്ഘാടനം മാത്യു കുഴൽനാടൻ MLA നിർവഹിച്ചു. പെരിങ്ങാശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം 3-4 തീയതികളിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മന്ത്രി OR കേളു ഉദ്ഘാടനം നിർവഹിക്കും. തൊടുപുഴ ശ്രീകൃഷ്ണവിലാസം NSS കരയോഗം നമ്പർ 640ന്റെ ആഭിമുഖ്യത്തിൽ 149ാമത് മന്നം ജയന്തി ദിനം ആഘോഷിച്ചു. തൊടുപുഴ NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ള പതാക ഉയർത്തി. തുടർന്ന് കരയോഗ അംഗങ്ങൾ ചേർന്ന് 149 മൺചിരാതുകളും തെളിയിച്ചു. തൊടുപുഴ മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷറർ R രമേശ് ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ നിന്നും ഏഴല്ലൂർ അല്ലസർ മെഡിക്കൽ കോളേജിലേക്ക് ആരംഭിച്ച പുതിയ ബസ് സർവീസിന് അല്ലസർ മെഡിക്കൽ കോളേജിൽ സ്വീകരണം നൽകി. വാർത്തകൾ വിശദമായി. മൂവാറ്റുപുഴയിൽ നിന്ന് പുതിയ 2 KSRTC ബസ് സർവീസുകൾ ആരംഭിച്ചു. മൂവാറ്റുപുഴ ഏഴല്ലൂർ അല്ലസർ മെഡിക്കൽ കോളേജിലേക്കും നിലമ്പൂർ വഴി ഗൂഡല്ലൂർക്കുമാണ് ബസ് സർവീസ് ആരംഭിച്ചത്. മൂവാറ്റുപുഴ ഡിപ്പോയിൽ നടന്ന ചടങ്ങിൽ ബസ് സർവീസുകളുടെ ഉദ്ഘാടനം മാത്യു കുഴൽനാടൻ MLA നിർവഹിച്ചു. യാത്രികരുടെ സൗകര്യാർത്ഥം കൂടുതൽ ബസ് സർവീസുകളുമായി KSRTC മൂവാറ്റുപുഴ ഡിപ്പോ. മൂവാറ്റുപുഴയിൽ നിന്നും ഗൂഡല്ലൂർക്കും ഏഴല്ലൂർ അല്ലസർ മെഡിക്കൽ കോളേജിലേക്കുമാണ് ബസ് സർവീസ് ആരംഭിച്ചത്. മൂവാറ്റുപുഴ രണ്ടാർ കല്ലൂർക്കാട് പെരുമാങ്കണ്ടം വഴിയുള്ള ആദ്യ ബസ് സർവീസ് കൂടിയാണ് അല്ലസർ മെഡിക്കൽ കോളേജിലേക്കുള്ള ബസ്. ഇതിലൂടെ നിരവധി പേർക്കാണ് യാത്രാ സൗകര്യം ലഭിക്കുന്നത്. ബസ് സർവീസിന്റെ ഉദ്ഘാടനം മാത്യു കുഴൽനാടൻ MLA നിർവഹിച്ചു. ആദ്യമായി കോട്ട റോഡിലൂടെ ഒരു ഗതാഗത സൗകര്യം നമുക്ക് ഏർപ്പെടുത്താൻ കഴിഞ്ഞ തീർച്ചയായിട്ടും വലിയ കാര്യമാണ്. കാരണം ആ മേഖലയിൽ താമസിക്കുന്നവർക്കറിയാം, ഒരുപക്ഷെ അവിടെ അവരുടെ വളരെ മുമ്പെങ്ങാനും ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല അതിലെ. പക്ഷേ ഞാൻ ചോദിച്ചിടത്തോളം വെച്ച് ഇതുവരെ അതിലെ ഒരു പൊതുഗതാഗത സൗകര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ കോട്ട റോഡിൽ ആദ്യമായി ഈ 4 മുനിസിപ്പാലിറ്റി അടക്കം 5 പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചുകൊണ്ട്, അതായത് മുനിസിപ്പാലിറ്റിയും ആവോലിയും ആയവനെയും കലൂർക്കാടും അതിനുശേഷം കുമാരമംഗലവും വരുന്ന രീതിയിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു വാഹന സർവീസ് നമ്മളിവിടെ തുടങ്ങുകയാണ്. അത് ഇന്ന് ഒരുപക്ഷെ നമ്മുടെ മേഖലയിൽ നിന്നൊക്കെ ധാരാളം പേര്, സാധാരണക്കാർ, പ്രത്യേകിച്ച് ഞാൻ MLA എന്ന നിലയിൽ പലപ്പോഴും നിർധനരായിട്ടുള്ളവരുടെയോ അല്ലെങ്കിൽ പാവപ്പെട്ടവരുടെയൊക്കെ ഏതെങ്കിലും ചികിത്സാ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പറഞ്ഞയക്കുന്നത് നമ്മുടെ അടുത്തുള്ള ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജാണ് നമ്മുടെ അല്ലസർ. അങ്ങോട്ടും മറ്റു ഇതര സ്ഥാപനങ്ങളും അവിടെ ഉള്ളതുകൊണ്ട് ധാരാളം പേര് മൂവാറ്റുപുഴയിൽ നിന്ന് മാത്രമല്ല മറ്റു ഭാഗങ്ങളിൽ നിന്നും വരുന്നവരും പോകുന്ന ഒരു ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ അങ്ങോട്ട് നമ്മൾ ഇന്ന് ഒരു ബസ് സർവീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നാട്ടിലെ ആശുപത്രി നാട്ടുകാരുടെ ആശുപത്രി എന്ന ടാഗ് ലൈനിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ കോളേജാണ് അല്ലസർ മെഡിക്കൽ കോളേജ്. അതിനാൽ തന്നെ നാട്ടുകാരുടെ ഗതാഗത സൗകര്യത്തിന് വേണ്ടിയും അല്ലസർ മാനേജ്മെന്റ് സഹായഹസ്തം നീട്ടുകയാണ്. അല്ലസർ മെഡിക്കൽ കോളേജിലേക്ക് ആരംഭിച്ച ബസ് സർവീസിന്റെ ചെലവിന്റെ 40% അല്ലസർ ഗ്രൂപ്പ് വഹിക്കുമെന്ന് അല്ലസർ ഗ്രൂപ്പ് ചെയർമാൻ KM മൂസ അറിയിച്ചു. നിലവിൽ നാട്ടിലെ ആശുപത്രി നാട്ടുകാരുടെ ആശുപത്രി എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങളുടെ ആപ്തവാക്യം തന്നെ അതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ബസ് ഇവിടുന്ന് പുറപ്പെടുമ്പോൾ നമുക്ക് ഗവൺമെൻറ്റിലേക്ക് അതിൻ്റെ ചെലവ്, ബസ്സിൻ്റെ കണ്ടക്ടർ, ഡ്രൈവർ, അതുപോലെ തന്നെ ഡീസൽ ഒക്കെ ഉള്ള മറ്റ് ചിലവുകളൊക്കെ ഉണ്ട്. ആ ചിലവുകളുടെ എല്ലാം 40% അല്ലസർ മെഡിക്കൽ കോളേജാണ് വഹിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ അറിയാം. ചടങ്ങിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി, മൂവാറ്റുപുഴ ATO രാജേഷ് തുടങ്ങി വിവിധ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ സന്നിഹിതരായിരുന്നു. ശരീരം തളർന്ന് കിടപ്പ് രോഗിയായ യുവതിയെ തിരുമു ചികിത്സയുടെ മറവിൽ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിലെ പ്രതിക്ക് 10 വർഷം കഠിന തടവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കോതമംഗലം സ്വദേശി ഷിബു ആന്റണിയാണ് കേസിലെ പ്രതി. തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. വിധിയിൽ സന്തോഷം ഉണ്ടെന്ന് കേസിലെ പ്രധാന സാക്ഷിയും നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ്സ് സംസ്ഥാന സെക്രട്ടറിയുമായ അനാർക്കലി ഉണ്ണിയും മറ്റു പ്രവർത്തകരും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2013 ശരീരം തളർന്ന് കിടപ്പിലായ യുവതിയെ തിരുമി സുഖപ്പെടുത്താമെന്ന് പറഞ്ഞ പ്രതിയായ കോതമംഗലം സ്വദേശി ഷിബു ആന്റണി കുടുംബത്തെ സമീപിക്കുന്നത്. തുടർന്ന് തിരുമു ചികിത്സയുടെ മറവിൽ യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചു. വിവാഹം കഴിച്ചുകൊള്ളാമെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് പ്രതി ഇത്തരത്തിൽ ചെയ്തത്.
തുടർന്ന് യുവതി ഗർഭിണിയാണെന്നറിഞ്ഞ പ്രതി യുവതിയെ ധർമ്മഗിരി ആശുപത്രിയിൽ ഉപേക്ഷിച്ച് മുങ്ങുകയായിരുന്നു. ഈ സംഭവം അറിഞ്ഞ NFPR നേതാവും സാമൂഹ്യ പ്രവർത്തകയുമായ അനാർക്കലി ഉണ്ണി അടിയന്തരമായി പ്രശ്നത്തിൽ ഇടപെടുകയും സംഘടനയുടെ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ആദ്യം കോതമംഗലം പോലീസിലും പിന്നീട് ശാന്തൻപാറ പോലീസിലും പരാതിപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് പോലീസിന്റെ ഭാഗത്തുനിന്നും സമഗ്രവും ശക്തവുമായ ഇടപെടലുകൾ ഉണ്ടാവുകയും നല്ല നിലയിലുള്ള അന്വേഷണം നടത്തി ഒളിവിൽ പോയ പ്രതിയെ 2014 അറസ്റ്റ് ചെയ്യുകയും കേസിൽ പുരോഗതി ഉണ്ടാവുകയും ചെയ്തു. ശരീരമാസകലം തളർന്ന സേനാപതി പഞ്ചായത്തിൽ ശാന്തൻപാറ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലുള്ള ഒരു സ്ത്രീ കിടക്കുകയും 33 വയസ്സ് മാത്രം പ്രായമുള്ള അവരുടെ കൈയും കാലും ഒന്നും അനക്കാൻ പറ്റില്ല. അങ്ങനെ കിടന്നപ്പോൾ തിരുമ്പി ചികിത്സിക്കാമെന്നും പറഞ്ഞ് വന്ന 30 വയസ്സുള്ള ഷിബു എന്ന ആൾ അവരെ പീഡിപ്പിക്കുകയും അതിൽ അവർക്കൊരു കുഞ്ഞുണ്ടാവുകയും കുഞ്ഞുണ്ടായ ശേഷം ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞുമായ കേസിൽ NFPRൻ്റെ കെയർ ഓഫിൽ ഞാൻ അതിനകത്ത് ഇടപെട്ട് അന്ന് അവിടെ കോതമംഗൽ ധർമ്മഗിരി ആശുപത്രിയിലാണ് ഇവരെ ഉപേക്ഷിച്ച് പോയത്. അവിടുന്ന് നേരെ അവിടുത്തെ CIക്ക് പരാതി കൊടുത്തു. അവിടുന്ന് ശാന്തൻപാറ സ്റ്റേഷനിലേക്ക് ഫോർവേഡ് ചെയ്തതിന് ശേഷം നീണ്ട ഭയങ്കരമായ പരിശ്രമത്തിനൊടുവിലാണ് 29-ാം തീയതിയും ഡിസംബർ 29, 2025 വരെ കാത്തിരിക്കേണ്ടി വന്നു. അതിലുണ്ടായ കൊച്ച് 27/11/2013 കുഞ്ഞ് ജനിക്കുന്നത്. ഇന്ന് കുഞ്ഞിന് 12 വയസ്സായി, 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കേസ് ആദ്യം കോടതിയിലെത്തിച്ച അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന അഡ്വക്കേറ്റ് എബി സി കോലോത്തും വിധി വരുന്ന സമയത്തെ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ടുള്ള അഡ്വക്കേറ്റ് അഭിലാഷും സമർത്ഥമായും പഴുതുകൾ അടച്ചുമുള്ള ഇടപെടൽ നടത്തിയതാണ് കേസിന്റെ വിധി സന്തോഷകരമായി മാറാൻ ഇടയായിട്ടുള്ളതെന്ന് അനാർക്കലി ഉണ്ണി അഭിപ്രായപ്പെട്ടു. അതിജീവിതയ്ക്ക് നീതി ലഭ്യമാക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച പോലീസ് അധികാരികളായ ശാന്തൻപാറ CIമാരായ TA യൂനസ്, TR പ്രമോദ്, മുൻ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എബി ഡി കോലോത്ത് തുടങ്ങിയവരെയും CPമാരായ ഓമനക്കുട്ടൻ, ഷാജി, ടോമി എന്നിവരെയും അഭിനന്ദിക്കുന്നതായും സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. നീണ്ട 12 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ അവശ്യമായ ഒരു സ്ത്രീക്ക് കിട്ടിയ അല്ലെങ്കിൽ ആ കുട്ടിക്ക് കിട്ടിയ ഒരു നിയമവ്യവസ്ഥയിൽ നിന്ന് കിട്ടിയ ഒരു പൂർത്തീകരണമാണ് കഴിഞ്ഞ വിധിയോടുകൂടി നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ സമൂഹത്തിലുണ്ടാകുന്ന വിവിധ പ്രശ്നങ്ങളിൽ NFPR ഇടപെടാൻ സാധിച്ചിട്ടുണ്ട്. ഇതിലെല്ലാം നല്ല രീതിയിൽ അതിന് വിജയം കണ്ടെത്തുവാനും സാധിച്ചിട്ടുണ്ട്. പോലീസിൻ്റെ ഭാഗത്തുനിന്നായാലും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ ഭാഗത്തുനിന്നും നല്ല ഒരു സമീപനമാണ് ഞങ്ങളോട് അവരെല്ലാം കാണിക്കുന്നത്. കാരണം ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വിധിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയിൽ നിന്നും വ്യത്യസ്തമാണ്. കാരണം ശരീരം തളർന്ന ഒരു പെൺകുട്ടിക്കുണ്ടായ ഒരു അവസ്ഥയിലാണ് അതിന് ഉണ്ടായ ബുദ്ധിമുട്ടിൽ നിന്നാണ് ഒരു വിധി അവർക്ക് അനുകൂലമായി ലഭിച്ചിരിക്കുന്നത്. ഈ രാജ്യത്ത് നടക്കുന്ന ഇത്തരത്തിലുള്ള ഭരണങ്ങൾക്കെതിരെ NFPRന് വളരെ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ രാഷ്ട്രീയ പ്രവർത്തകർക്കും അതുപോലെ സാമൂഹിക നിലനിർത്തുന്നവർക്കൊക്കെ ഒരു പരിധി വരെ ഇങ്ങനെയുള്ള കാര്യം ഇടപെടാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ NFPRനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുടെയും സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഇതിലുള്ള നിരവധിയായ കാര്യങ്ങളിൽ മറ്റുള്ളവർ ഉപേക്ഷിക്കപ്പെട്ട പല കേസുകളിൽ ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട്. അതിലെല്ലാം അനുകൂലമായ പൂർത്തീകരണത്തിലൂടെ നല്ല വിജയം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് NFPRന്റെ പേരിൽ ജില്ലാ സെക്രട്ടറി എന്ന ഞാൻ അഭിമാനിക്കുന്നു. ഇതുപോലെ നിരവധിയായ വിഷയങ്ങളിൽ ഈ ജില്ലയിലും സംസ്ഥാനത്തും വ്യാപകമായി ഈ സംഘടനയ്ക്ക് വേണ്ടി ഇടപെടുന്നുണ്ട്, പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഈ ഒരു കേസിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ ഇടയിൽ പല ഘട്ടങ്ങളിൽ ഈ കേസ് നമ്മുടെ വാളയാർ പെൺകുട്ടികളുടെ വിഷയത്തിലുണ്ടായിട്ടുള്ള അവസ്ഥ പോലെയൊക്കെ തന്നെ പ്രോസിക്യൂഷൻ്റെയും അതുപോലെ വക്കീൽമാരുടെയും ഒക്കെ ഭാഗത്തു നിന്ന് ഇതിനെ ഗതി തിരിച്ചു വിടുവാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം നടന്നിട്ടുണ്ട്. എന്നാൽ ശക്തമായ നിലപാട് ഈ സംഘടനയ്ക്ക് വേണ്ടി സ്വീകരിച്ച ബഹുമാനിയായ ഇതിൻ്റെ സംസ്ഥാന സെക്രട്ടറി അനാർക്കലി മാഡത്തിൻ്റെ ഒറ്റ വാശി കൊണ്ട് തന്നെയാണ് ഈ കേസ് ഇതുവരെ മുന്നോട്ട് പോകുന്നത്. ആരുമില്ല ആ കുട്ടിക്ക്, ഈ തളർന്നു കിടക്കുന്ന കുട്ടിക്ക് ആരും സഹായത്തിനില്ല. അതിന് ഒരു അച്ഛനും അമ്മയേ ഉള്ളൂ. അവർ വളരെ പ്രായമായവരാണ്. ഇത്രയും അങ്ങ് തമിഴ്നാടിൻ്റെ അതിർത്തിയിൽ നിന്ന് വന്ന് ഈ നമ്മുടെ മുട്ടത്തുള്ള കോടതി കോംപ്ലക്സിൽ വന്നിട്ട് ഈ കേസിൻ്റെ കാര്യങ്ങളും മറ്റുമൊക്കെ നടത്താനും അതിനു വേണ്ടിയിട്ട് അവരെ കൊണ്ടുവരുന്ന സമയത്ത് സ്വന്തം വാഹനത്തിൽ കൊണ്ടുവരുവാനും ഒക്കെ കാണിച്ച ആ ഒരു വലിയ മനസ്സുകൊണ്ടാണ് സമൂഹത്തിലെ വളരെ കഷ്ടത അനുഭവപ്പെട്ട ആ കുട്ടിക്ക് ഒരു നീതിയുടെ സഹായം, ഇവിടെ സംരക്ഷണം ഇവിടെ ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കേസിന്റെ അവസാന ഘട്ടത്തിലാണ് നിലവിലുള്ള അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറായ അഡ്വക്കേറ്റ് അഭിലാഷ് കുമാർ ഉണ്ടായിരുന്നത്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ NFPR സംസ്ഥാന സെക്രട്ടറി അനാർക്കലി ഉണ്ണി, ജില്ലാ സെക്രട്ടറി ജോണി KM, തൊടുപുഴ താലൂക്ക് പ്രസിഡന്റ് PP അനിൽകുമാർ, NFPR യുവജന വിഭാഗം ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ KV തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പെരിങ്ങാശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം 3-4 തീയതികളിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
3-ന് രാവിലെ 10-ന് മന്ത്രി OR കേളു ഉദ്ഘാടനം നിർവഹിക്കും. PJ ജോസഫ് MLA അധ്യക്ഷത വഹിക്കും. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP മുഖ്യപ്രഭാഷണം നടത്തും. 2-ാം ദിവസവും പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം നടക്കും. നടൻ സെന്തിൽ കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. ജാഫർ ഇടുക്കി, തൊടുപുഴ DYSP PK സാബു, കവി തൊമ്മൻകുത്ത് ജോയി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ, നാടകം, കരോക്കെ, ഗാനമേള എന്നിവയും നടത്തും. പെരിങ്ങാശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 75-ാം വാർഷികാഘോഷം, അധ്യാപക രക്ഷാകർതൃ ദിനം, യാത്രയയപ്പ് സമ്മേളനം എന്നിവ സ്കൂളിൽ സംഘടിപ്പിക്കും. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി R കേളു ഉദ്ഘാടനം നിർവഹിക്കും. യോഗത്തിൽ തൊടുപുഴ MLA PJ ജോസഫ് അധ്യക്ഷത വഹിക്കും. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP മുഖ്യപ്രഭാഷണം നടത്തും. ചടങ്ങിൽ ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിശിഷ്ട വ്യക്തികളെ ആദരിക്കും. ജില്ലാ പഞ്ചായത്ത് മെമ്പർ മനോജ് കോക്കാട്ട് എൻഡോമെന്റുകൾ വിതരണം ചെയ്യും. സ്കൂളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപിക സൈനയ്ക്ക് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നിഷ എൽദോസ് ആദരവ് നൽകും. 2-ാം ദിവസം പൂർവ്വ അധ്യാപക പൂർവ്വ വിദ്യാർത്ഥി സംഗമം പ്രശസ്ത സിനിമാ നടൻ സെന്തിൽ കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വൈകിട്ട് 6 മണിക്ക് സാംസ്കാരിക സമ്മേളനം മാധ്യമപ്രവർത്തകൻ സനീഷ് P ഇളയിടം ഉദ്ഘാടനം ചെയ്യും. ജാഫർ ഇടുക്കി, തൊടുപുഴ DYSP PK സാബു, കവി തൊമ്മൻകുത്ത് ജോയ് എന്നിവർ പങ്കെടുക്കും. തുടർന്ന് ഗാനമേള നടക്കും. കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ, നാടകം തുടങ്ങിയവയും ആഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കും. ജനുവരി 3-4 തീയതികളിൽ പെരിങ്ങാശ്ശേരി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് 75-ാമത് സ്കൂൾ വാർഷികവും പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളും ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന പട്ടികവർഗ വകുപ്പ് മന്ത്രി ശ്രീ OR കേളു അവർ ഉദ്ഘാടനം ചെയ്തു. ഈ ഉദ്ഘാടന യോഗത്തിൽ ബഹുമാനപ്പെട്ട ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്, തൊടുപുഴ MLA PJ ജോസഫ്, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, മറ്റ് വിശിഷ്ടാതിഥികൾ എന്നിവർ പങ്കെടുക്കുന്നു. ഈ യോഗത്തിൽ വെച്ച് ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളെ ആദരിക്കുന്നു. കൂടാതെ ഈ വർഷം സ്കൂളിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഹൈസ്കൂൾ ഭാഗം മലയാള അധ്യാപിക ശ്രീമതി സൈന KK യാത്രയ്ക്ക് നൽകുന്നു. കുട്ടികൾക്കുള്ള എൻഡോമെന്റ് വിതരണം, കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവ ജനുവരി 3-ാം തീയതി നടക്കുന്നു. തുടർന്ന് ജനുവരി 4-ാം തീയതി പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമമാണ്. നാളിതുവരെ പെരിങ്ങാശ്ശേരി സ്കൂളിൽ ജോലി ചെയ്തിട്ടുള്ള പ്രൈമറി, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ ജോലി ചെയ്ത അധ്യാപകർ, മറ്റ് ജീവനക്കാർ, കൂടാതെ പെരിങ്ങാശ്ശേരിയിലും അതുപോലെ സമീപ പ്രദേശങ്ങളിലും വിദൂര പ്രദേശങ്ങളിലും ഒക്കെയായി ജീവിക്കുന്ന പെരിങ്ങാശ്ശേരിയിലെ പൂർവ്വ വിദ്യാർത്ഥികളെല്ലാവരും ജനുവരി 4-ാം തീയതി സ്കൂൾ അങ്കണത്തിൽ ഒത്തുചേരുന്നു. മെഗാ അലുമിനി മീറ്റ്, അതുപോലെ സംവാദം, സാംസ്കാരിക സമ്മേളനം, ഗാനമേള എന്നിങ്ങനെ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ പെരിങ്ങാശ്ശേരിയിലെ ഒരു സ്ഥലത്ത്, അതും വനത്തിൽ ഉള്ളിൽ ഒറ്റപ്പെട്ട ആദിവാസികൾ മാത്രം താമസിക്കുന്ന സ്ഥലത്താണ് ഒരു സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചത്. അത് നിലത്ത് എഴുത്ത് കളി തുടങ്ങി, പിന്നീട് പുൽപ്പള്ളിക്കൂടമായി, പിന്നീട് സ്കൂൾ സർക്കാരിനെ കൊണ്ട് ഏറ്റെടുപ്പിക്കുന്നു. ആ സ്കൂളിൻ്റെ ചരിത്രവും നാടിൻ്റെ ചരിത്രവും ഒക്കെ ഒന്ന് തന്നെയാണ്. അതെല്ലാം കൃത്യമായി പറയുന്ന ഒരു സോവനിയർ ഈ ജൂബിലി വർഷത്തിൽ ഞങ്ങൾ ഇതിനോടൊപ്പം പ്രകാശിപ്പിക്കുന്നുണ്ട്. അതുപോലെ പഴയ വിദ്യാർത്ഥികൾ, ഇന്ന് 1-ാമത്തെ വിദ്യാർത്ഥി, ആ സ്കൂളിലെ ഏറ്റവും ആദ്യത്തെ വിദ്യാർത്ഥി നമ്മുടെ ഈ പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ നമ്മളോടൊപ്പം ഉണ്ട്. അതുപോലെ തന്നെ പഴയകാല അധ്യാപകരെക്കാളും പ്രായമുള്ള വിദ്യാർത്ഥികൾ എല്ലാവരും ഒത്തുചേരുന്ന, എല്ലാവരും ഒരിക്കൽ കൂടി വീണ്ടും കാണുന്ന ഒരു വലിയ മെഗാ അലുമിനി മീറ്റാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ ഹെഡ്മാസ്റ്റർ ജോസഫ് മാത്യു, സ്വാഗത സംഘം രക്ഷാധികാരി CP കൃഷ്ണൻ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൺവീനർ R സുരേഷ്, രാജപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ ശ്രീകൃഷ്ണവിലാസം NSS കരയോഗം നമ്പർ 640-ന്റെ ആഭിമുഖ്യത്തിൽ 149-ാമത് മന്നം ജയന്തി ദിനം സമുചിതമായി ആഘോഷിച്ചു. കരയോഗ മന്ദിരത്തിന്റെ മുറ്റത്ത് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ സ്ഥാപിച്ച കൊടിമരത്തിൽ തൊടുപുഴ NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ള പതാക ഉയർത്തി മന്നം ജയന്തി സന്ദേശവും നൽകി. 149-ാമത് ജയന്തി പ്രമാണിച്ച് എല്ലാ കരയോഗ അംഗങ്ങളും കുടുംബാംഗങ്ങളും ചേർന്ന് പ്രതീകാത്മകമായി 149 മൺചിരാതുകൾ തെളിയിച്ചു. തൊടുപുഴ ശ്രീകൃഷ്ണവിലാസം NSS കരയോഗം നമ്പർ 640-ന്റെ ആഭിമുഖ്യത്തിൽ 149-ാമത് മന്നം ജയന്തി ദിനം സമുചിതമായി ആഘോഷിച്ചു. കരയോഗ മന്ദിരത്തിന്റെ മുറ്റത്ത് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ സ്ഥാപിച്ച കൊടിമരത്തിൽ തൊടുപുഴ NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ള പതാക ഉയർത്തി. തുടർന്ന് പന്തലിൽ സ്ഥാപിച്ച മന്നത്താചാര്യന്റെ ഛായാചിത്രത്തിന് മുൻപിൽ എല്ലാ കരയോഗ അംഗങ്ങളും പുഷ്പാർച്ചന നടത്തുകയും ജന്മനക്ഷത്ര സംഭാവന സമർപ്പിക്കുകയും ചെയ്തു.
149ാമത് ജയന്തി പ്രമാണിച്ച് എല്ലാ കരയോഗ അംഗ കുടുംബാംഗങ്ങളും ചേർന്ന് പ്രതീകാത്മകമായി 149 മൺചിരാതുകൾ തെളിയിച്ചു. NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ള മന്നം ജയന്തി സന്ദേശം നൽകി സംസാരിച്ചു. കേരളത്തിൻ്റെ ജനമനസ്സുകളിൽ എന്നും തിളങ്ങി നിൽക്കുന്ന മനോഹരമായ ഒരു വിഗ്രഹമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ, സാമൂഹ്യ മേഖലയിൽ കേരളത്തിൻ്റെ ഒരു ഇരുണ്ട കാലഘട്ടത്തിൽ നിന്ന് പ്രകാശമാനമായ ഒരു കാലഘട്ടത്തിലേക്ക്, നവോത്ഥാനത്തിലേക്ക് മറ്റ് നവോത്ഥാന നായകന്മാരോട് ചേർന്ന് പ്രവർത്തിച്ച് ഉയർത്തിക്കൊണ്ടുവന്നത് എല്ലാവർക്കും സ്മരണീയമാണ്. നായർ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം കേരളത്തിലെ മറ്റേതൊരു പ്രസ്ഥാനത്തേക്കാൾ ഏറ്റവും ശക്തവും സുസംഘടിതവുമായ ഒരു പ്രസ്ഥാനമാണ്. കേരളത്തിലെ മുഴുവൻ ഗ്രാമങ്ങളിലും കരയോഗങ്ങളുണ്ട്, നിരവധി സ്ഥാപനങ്ങളുണ്ട്. അതെല്ലാം ഏറ്റവും നല്ല നിലയിൽ പരിപാലിച്ചു പോകുന്നുമുണ്ട്. സർവീസ് സൊസൈറ്റിയെക്കുറിച്ചും അതിൻ്റെ നേതൃത്വത്തെക്കുറിച്ചും ദുഷ്പ്രചരണങ്ങൾ നടത്തുന്നവർക്കുള്ള മറുപടിയാണ് ഇന്നലത്തെ നായർ സമ്മേളനത്തിൽ കാണാൻ കഴിഞ്ഞത്. ചടങ്ങിൽ കരയോഗം പ്രസിഡന്റ് R. ജയൻ, സെക്രട്ടറി TK സുധാകരൻ നായർ, വൈസ് പ്രസിഡന്റ് കൃഷ്ണൻ നായർ, ജോയിന്റ് സെക്രട്ടറി സന്തോഷ്, ട്രഷറർ ശിവരാമൻ നായർ, കമ്മിറ്റി അംഗങ്ങളായ ശങ്കരൻകുട്ടി നായർ, സലീഷ് കുമാർ, വനിതാ സമാജം പ്രസിഡന്റ് ജയലക്ഷ്മി ഗോപൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മന്നം ജയന്തിയോടനുബന്ധിച്ച് കരയോഗ മന്ദിരവും പരിസരങ്ങളും കൊടുതോരണങ്ങൾ കെട്ടിയും വൈദ്യുത അലങ്കാരങ്ങൾ നടത്തി മനോഹരമാക്കിയിരുന്നു. 130ഓളം കരയോഗ കുടുംബാംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു. ചടങ്ങിൽ സംബന്ധിച്ച എല്ലാവർക്കും പ്രഭാത ഭക്ഷണവും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അടിമാലി കൊമ്പൊടിഞ്ഞാലിൽ 4 അംഗ കുടുംബം തീപിടുത്തത്തിൽ മരിച്ച കേസിൽ 7 മാസം പിന്നിടുമ്പോഴും അന്വേഷണം എങ്ങും എത്തിയില്ലെന്ന് പരാതി. കഴിഞ്ഞ മെയ് 9-നാണ് തെള്ളിപ്പടവിൽ പരേതനായ അനീഷിന്റെ ഭാര്യ ശുഭ, മക്കളായ അഭിനന്ദ്, അഭിനവ്, ശുഭയുടെ മാതാവ് പൊന്നമ്മ എന്നിവരെ വീടിനുള്ളിൽ വെന്തു മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 4 പേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിന്റെ ചുരുളഴിക്കാൻ പോലീസിന് ഇനിയും കഴിയാത്തതാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുള്ളത്. അടിമാലി കൊമ്പടിഞ്ഞാലിൽ 4 അംഗ കുടുംബം തീപിടുത്തത്തിൽ മരിച്ച കേസിൽ 7 മാസം പിന്നിടുമ്പോഴും അന്വേഷണം എങ്ങും എത്തിയില്ലെന്നാണ് പരാതി. കഴിഞ്ഞ മെയ് 9-നാണ് തെള്ളിപ്പടവിൽ പരേതനായ അനീഷിന്റെ ഭാര്യ ശുഭ, മക്കളായ അഭിനന്ദ്, അഭിനവ്, ശുഭയുടെ മാതാവ് പൊന്നമ്മ എന്നിവരെ വീടിനുള്ളിൽ വെന്തു മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വെള്ളത്തൂവൽ പോലീസ് തെളിവ് ശേഖരിക്കുന്നതിൽ മുതൽ ഗുരുതര വീഴ്ച വരുത്തിയെന്നാണ് നാട്ടുകാരുടെ ആരോപണം. പ്രാഥമിക അന്വേഷണത്തിൽ വൈദ്യുത ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് വിലയിരുത്തി പോലീസ് സംഭവത്തെ നിസാരവൽക്കരിച്ചു. എന്നാൽ ജില്ലാ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ഷൻ വിഭാഗം നടത്തിയ പരിശോധനയിൽ ഷോർട്ട് സർക്യൂട്ടിന് സാധ്യത കുറവാണെന്ന് കണ്ടെത്തി. ഇതോടെ അന്വേഷണം നടത്തി മരണകാരണം കണ്ടെത്തണമെന്ന ആവശ്യവുമായി നാട്ടുകാരും ശുഭയുടെ ബന്ധുക്കളും രംഗത്തെത്തി. ഇതോടെ ജില്ലാ പോലീസ് മേധാവി ഇടപെട്ട് അന്നത്തെ ഇടുക്കി ഡിവൈഎസ്പി ജിൽസൺ മാത്യുവിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തി. കേസിൽ പ്രദേശവാസിയുടെ ലാപ്ടോപ്പ്, ടാബ്, മൊബൈൽ ഫോണുകൾ എന്നിവ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. ഇദ്ദേഹത്തെ ഇടുക്കി ഡിവൈഎസ്പി ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. കസ്റ്റഡിയിലെടുത്ത സാമഗ്രികൾ ഡിജിറ്റൽ തെളിവുകൾ പരിശോധിക്കുന്ന തിരുവനന്തപുരം ഫോറൻസിക് സയൻസ് ലാബിന് കൈമാറിയിട്ടുണ്ട്. ഇതിനിടെ അന്വേഷണത്തിന് നേതൃത്വം നൽകിയിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ആലപ്പുഴയിലേക്ക് സ്ഥലം മാറിപ്പോയതോടെ അന്വേഷണം മന്ദഗതിയിലായി. ലാബിൽ നിന്നുള്ള പരിശോധനാ ഫലം വൈകുന്നതാണ് കേസ് അന്വേഷണത്തിന് തിരിച്ചടിയായതെന്ന് അധികൃതർ പറയുന്നു. എന്നാൽ ഡിവൈഎസ്പി അന്വേഷിച്ച കേസ് വീണ്ടും വെള്ളത്തൂവൽ പോലീസിനെ ഏൽപ്പിച്ചതാണ് അലംഭാവത്തിന് കാരണമെന്ന് ആക്ഷേപമുണ്ട്. കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നതിന് നടപടി സ്വീകരിക്കാത്തതും പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മീനച്ചിൽ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി റോഡരികെ പൊളിച്ചതോടെ ദുരിതത്തിലായിരിക്കുകയാണ് നിരവധി കുടുംബങ്ങൾ. നിർമ്മാണ പ്രവർത്തനങ്ങൾ നീണ്ടുപോയതോടെ പൊടിശല്യം ഒഴിവാക്കാൻ പ്ലാസ്റ്റിക് പടുത കൊണ്ട് വീട് മറക്കേണ്ട അവസ്ഥയിലാണ്. മുട്ടം ചള്ളാവയൽ സ്വദേശിയായ ചാമക്കാലായിൽ മൈക്കിളിന്റെ ജീവിതമാണ് ദുരിതമായിരിക്കുന്നത്. വിനു ജോസഫ് മുട്ടം തയ്യാറാക്കിയ റിപ്പോർട്ട്. മീനച്ചിൽ കുടിവെള്ള പദ്ധതി മുട്ടം പ്രദേശത്തെ ജനത്തിന് ദുരിതമാണ് സമ്മാനിച്ചിരിക്കുന്നത്. റോഡ് പൊളിച്ചിട്ട് മാസങ്ങളായി. എന്നാൽ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണം എങ്ങുമെത്താതെ നിൽക്കുകയാണ്. അതോടെ യാത്ര ചെയ്യുന്നത് പൊട്ടിപ്പൊളിഞ്ഞ വഴിയിലൂടെയാണ്. ദുരിതയാത്രയ്ക്കൊപ്പം പൊടിയും ഇപ്പോൾ വില്ലനാകുന്നു. പൊടിശല്യം ഒഴിവാക്കുവാനായി മുട്ടം ചള്ളാവയൽ സ്വദേശിയായ ചാമക്കാലായിൽ മൈക്കിൾ പ്ലാസ്റ്റിക് പടുത കൊണ്ട് വീട് മൂടിയിരിക്കുകയാണ്. വയോധികരായ തനിക്കും ഭാര്യയ്ക്കും പൊടി മൂലം ദുരിത ജീവിതമാണെന്ന് മൈക്കിൾ പറയുന്നു. 1942 മുതൽ ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നതാണ്. അത് കഴിഞ്ഞ് ഇവിടെ വൈദ്യുതിക്കാണ്, വെള്ളത്തിനാണ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ പൈപ്പ് മാന്തിയിട്ട് ഒരു 4-5 വർഷമായിട്ട് 3-4 വർഷമായിട്ട് പൈപ്പിട്ട് മൂടിപ്പോയി.
പക്ഷേ തീർത്ത് കുഴി മൂടിയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കുഴിയുടെ ആഴം വർദ്ധിച്ചു, നിറക്കാൻ പറ്റാതെയായി. ആൾക്കാർ കുറ്റിയുടെ കരയ്ക്കൂടെ കയറി യാത്ര ചെയ്യാൻ തുടങ്ങി. അവിടെ നടക്കില്ലാതായപ്പോൾ കുഴികൾ വീണ്ടും നടന്നു. അപ്പോൾ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ആൾക്കാർ കുറേശ്ശെ മണ്ണ് തുറന്ന് അതിന് ഉള്ളിൽ കയറി ഒളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മിനിഞ്ഞാന്ന് പോയി തൊടുപുഴയിൽ നിന്ന് മേടിച്ച പടുതയാണ്. ഇതിന് 48 വർഷത്തെ പഴക്കമുണ്ട്. ഇപ്പോൾ തൽക്കാലമായിട്ട് ഒരു മോഡലിനകത്ത് പതുങ്ങിയിരുന്ന് കഴിഞ്ഞു പോവുക. പൊടിശല്യം കാരണമാണ് പടുത ഇട്ടിരിക്കുന്നത്. പടുത ഇട്ടിട്ടും കുറച്ച് കുറവുണ്ടെന്നുള്ളത് തീർത്ത് മാറുന്നില്ല. എന്തെങ്കിലും അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇപ്പോൾ ബാക്കിയുള്ള ആൾക്കാരും കൂടെ ഇവിടുന്ന് വിറ്റിട്ട് പോവോ അല്ലെങ്കിൽ ഉപേക്ഷിച്ച് പോയി അങ്ങനെ ഒരു രീതിയിലും ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. $49,000 മുടക്കിയാണ് മൈക്കിൾ പടുത വാങ്ങിയത്. ഇത്രയും മുടക്കാൻ പണമില്ലെങ്കിൽ പൊടിയടിച്ച് കിടക്കേണ്ടി വരും. പദ്ധതികൾ പാതി വഴിയിൽ മുടങ്ങുമ്പോൾ സാധാരണക്കാരാണ് ദുരിതത്തിലാകുന്നത്. ന്യൂസ് ബ്യൂറോ, മുട്ടം. തൊടുപുഴ മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷറർ ആർ രമേശ് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു ധരണിയിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭയും മർച്ചന്റ്സ് അസോസിയേഷനുമായി യോജിച്ച് വ്യാപാര സൗഹൃദ നഗരസഭയാക്കി മാറ്റുമെന്ന് മുനിസിപ്പൽ ചെയർപേഴ്സൺ സാബിറ ജലീൽ പറഞ്ഞു. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പുതിയ നഗരസഭാ സാരഥികൾക്ക് നൽകിയ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ചെയർപേഴ്സൺ. നമ്മുടെ തുടർന്നുള്ള 5 വർഷത്തെ വികസനം മുന്നിൽ കണ്ടുകൊണ്ടാണ് നാം ഓരോരുത്തരും നിൽക്കുന്നത്. നമ്മുടെ ഇപ്പോൾ ഇവിടെ നമുക്കൊരു നിവേദനം പോലെ മർച്ചന്റ് അസോസിയേഷൻ സമർപ്പിച്ചിട്ടുണ്ട്. തൊടുപുഴയുടെ സമഗ്ര വികസനം എന്ന് ഉദ്ദേശിക്കുമ്പോഴത്തേക്ക് സമഗ്ര വികസനമാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. അപ്പം മർച്ചന്റ് അസോസിയേഷൻ എൻ്റെ ഭാഗത്ത് നിന്ന് വേണ്ട സപ്പോർട്ടുകളും ഞങ്ങൾക്ക് ഉണ്ടാവണമെന്ന് നിങ്ങളോട് ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. മുനിസിപ്പൽ ചെയർപേഴ്സൺ സാബിറ ജലീൽ, വൈസ് ചെയർമാൻ K ദീപക്, വാർഡ് കൗൺസിലർ സുബേദ സെയ്ദ് മുഹമ്മദ്, കൗൺസിലർമാരായ K ഗോപാലകൃഷ്ണൻ, ആതിര ജോഷി എന്നിവരെ ചടങ്ങിൽ മൊമന്റോ നൽകി ആദരിച്ചു. വ്യാപാരികളുടെ പ്രസിഡന്റ് ഷെരീഫ് സാറിനോ അടുത്തതായി ആതിര ജോഷിക്ക് സ്വീകരണം നൽകുന്നത് ഷിയാസ് പി. തൊടുപുഴ വ്യാപാര ഭവനിൽ ചേർന്ന സ്വീകരണ യോഗത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണിയിൽ അധ്യക്ഷത വഹിച്ചു. KVVS ജില്ലാ ട്രഷറർ ആർ രമേശ് ഉദ്ഘാടനം ചെയ്തു. എനിക്ക് ഈ അവസരത്തിലൂടെ പറയാനുള്ളത്, സ്വാഗത പ്രാസംഗികൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചു, കഴിഞ്ഞ തവണ നമ്മുടെ ദീപക് ചെയർമാനായ സമയത്ത് ദീപകിന് ഇതുപോലെ ഒരു സ്വീകരണം നൽകിയപ്പോൾ അന്ന് ഇതേപോലെ തന്നെ ദീപകിനോട് പറയുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്നും ഈ പറയുന്നത് പോലെ ഇന്നിപ്പോൾ നമ്മൾ ജനുവരി മാസം 1-ാം തീയതിയാണ്. ഫെബ്രുവരി മാസം 28-ാം തീയതി, ഫെബ്രുവരി മാസമാണ് ഞങ്ങളുടെ എല്ലാം വ്യാപാര ലൈസൻസ് പുതുക്കേണ്ടുന്ന സമയം. ഈ വ്യാപാര ലൈസൻസ് പുതുക്കേണ്ടത് ഇപ്പോൾ അക്ഷയ കേന്ദ്രത്തിൽ പോയി K-Swift വഴിയും അല്ലെങ്കിൽ K-Smart വഴിയും ഒക്കെ പുതുക്കാം നമുക്ക്. ഇതിൻ്റെയൊക്കെ സമയത്ത് ഞങ്ങൾ കച്ചവടക്കാരവിടെ വരുമ്പോൾ, പാവപ്പെട്ടവരായ കച്ചവടക്കാരവിടെ വരുമ്പോൾ, പ്ലാസ്റ്റിക് ഉപയോഗിക്കാത്ത കച്ചവടക്കാരവിടെ വരുമ്പോൾ, അല്ലെങ്കിൽ 1% പോലും മാലിന്യം തങ്ങളുടെ കടയിൽ ഇല്ലാത്ത ഒരു ഫിനാൻസ് സ്ഥാപനമാവട്ടെ. സംസ്ഥാന കൗൺസിൽ അംഗം സുബൈർ എസ് മുഹമ്മദ്, നിയോജക മണ്ഡലം പ്രസിഡന്റ് NB ചാക്കോ, KK നാവൂർ കനി, ജനറൽ സെക്രട്ടറി CK നവാസ്, വൈസ് പ്രസിഡന്റ് നാസർ സൈര തുടങ്ങിയവർ സംസാരിച്ചു.
പ്രസിഡന്റ് രാജു തെരണിലിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ തൊടുപുഴ മുനിസിപ്പാലിറ്റിയുടെ വികസനത്തിനും പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കണമെന്ന് എന്നാവശ്യപ്പെട്ട് നിവേദനവും നൽകി. തൊടുപുഴയിലെ ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കുക, വഴിയോര കച്ചവടം, അതിനോടനുബന്ധിച്ചുള്ള ഗുണ്ടാവിളിയാട്ടം, മയക്കുമരുന്ന് വ്യാപാരം, വട്ടിപ്പലിശ എന്നിവ നിയന്ത്രിക്കുക, പച്ചക്കറി മാർക്കറ്റിലെ അസൗകര്യങ്ങൾ പരിഹരിക്കുക, വഴിവിളക്കുകൾ സ്ഥാപിക്കുക, റിവർവ്യൂ റോഡിലെ എൻട്രൻസ് പൊളിച്ച് ഗതാഗത തടസ്സം ഒഴിവാക്കുക തുടങ്ങിയ 15 നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയാണ് നിവേദനം നൽകിയത്. തൊടുപുഴയിലെ വ്യാപാരികളുടെ പരിപൂർണ്ണ പിന്തുണയാണ് മങ്ങാട്ടുകോല ഷോപ്പിംഗ് കോംപ്ലക്സിലെ പണികൾ പൂർത്തീകരിക്കുവാനും മുഴുവൻ മുറികളും പ്രവർത്തനയോഗ്യമാക്കുവാനും സാധിച്ചതെന്നും ഭാവിയിലും നഗരസഭയിൽ നിന്നുള്ള എല്ലാവിധ സേവനങ്ങളും വ്യാപാരികൾക്ക് സുഗമമായി എത്തിച്ചു നൽകുമെന്നും വൈസ് ചെയർമാൻ കെ ദീപക് ഉറപ്പ് നൽകി. നഗരസഭയുടെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും പിന്തുണയും സഹായവും ഉണ്ടാകുമെന്ന് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ടി സി രാജു ത്രണ്ണയിൽ അറിയിച്ചു. ജനറൽ സെക്രട്ടറി സി കെ നവാസ്, രക്ഷാധികാരി ടി എൻ പ്രസന്നകുമാർ, ട്രഷറർ അനിൽ പിടികപ്പറമ്പിൽ, വൈസ് പ്രസിഡന്റുമാരായ നാസർ സൈറ, ഷെരി സ്വർഗം, ജോസ് തോമസ് കളരിക്കൽ, സെക്രട്ടറിമാരായ എം എസ് ഷിയാസ്, ലിജോൺസ് ഹിന്ദുസ്ഥാൻ എന്നിവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മൂവാറ്റുപുഴ നിന്നും ഏഴല്ലൂർ അല്ലസർ മെഡിക്കൽ കോളേജിലേക്ക് ആരംഭിച്ച പുതിയ ബസ് സർവീസിന് അല്ലസർ മെഡിക്കൽ കോളേജിൽ സ്വീകരണം നൽകി. രണ്ടാർ കല്ലൂർക്കാട് പെരുമാങ്കണ്ണം വഴിയുള്ള ആദ്യ ബസ് സർവീസിന് രോഗികൾക്കും വിദ്യാർത്ഥികൾക്കും പ്രയോജനപ്പെടുന്ന രീതിയിലാണ് സർവീസ് നടത്തുക. അല്ലസർ മെഡിക്കൽ കോളേജിൽ നടന്ന സ്വീകരണം കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോവി മാത്യു ഉദ്ഘാടനം ചെയ്തു. ഏഴല്ലൂർ അല്ലസർ മെഡിക്കൽ കോളേജിലേക്ക് KSRTCയുടെ പുതിയ സർവീസ് ആരംഭിച്ചു. മെഡിക്കൽ കോളേജിലേക്ക് നിരവധി രോഗികൾ എത്തുന്ന സാഹചര്യത്തിലാണ് ബസ് സർവീസ് ആരംഭിക്കുവാൻ അല്ലസർ മാനേജ്മെന്റ് ശ്രമം ആരംഭിച്ചത്. മൂവാറ്റുപുഴയിൽ നിന്ന് ആരംഭിച്ച ബസ്സിന് ഏഴല്ലൂർ അല്ലസർ മെഡിക്കൽ കോളേജിൽ സ്വീകരണം നൽകി. പരിപാടിയുടെ ഉദ്ഘാടനം കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോബി മാത്യു നിർവഹിച്ചു. നമുക്കെല്ലാവർക്കും വളരെ സന്തോഷം പങ്കിടുന്ന ഒരു ദിവസമാണിത്. അല്ലസറിൻ്റെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ ഈ ഇവിടുത്തെ വിദ്യാർത്ഥിനികൾക്കും ഇവിടുത്തെ സ്റ്റാഫംഗങ്ങൾക്കും എല്ലാം ഇവിടെ എത്തിച്ചേരുവാനും സമയോചിതമായിട്ട് അവർക്ക് ക്ലാസ്സിൽ പങ്കെടുക്കുവാനും ഒക്കെ ഉള്ളൊരു സൗകര്യമാണ് ഈ ബസ് സർവീസിലൂടെ ഇവിടെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നത്. KSRTC എല്ലാ ജീവനക്കാരാണേലും രാവും പകലും മഴയും മഞ്ഞും ഒന്നും നോക്കാതെ രാവും പണിയെടുക്കുന്നവരാണ്. നമുക്ക് അവരെ പ്രോത്സാഹിപ്പിക്കണം. ഉത്തരവാദിത്വത്തോടുകൂടി നമ്മളെല്ലാം ഈ ബസ് നല്ല പുരോഗതിയിലേക്ക് കൊണ്ടുവരാനും എല്ലാം ശ്രമിക്കേണ്ടതുണ്ട്. മൂവാറ്റുപുഴയിൽ നിന്നും അല്ലസർ മെഡിക്കൽ കോളേജിലേക്ക് 4 ട്രിപ്പുകളാണ് ഉണ്ടാവുക. രണ്ടാർ കല്ലൂർക്കാട് പെരുമാങ്കണ്ടം വഴിയാണ് ബസ് സർവീസ് നടത്തുക. കോതമംഗലം ഡിപ്പോയിൽ നിന്നും അടിമാലിയിൽ നിന്നും അല്ലസർ മെഡിക്കൽ കോളേജിലേക്ക് ബസ് സർവീസ് ആരംഭിക്കുവാൻ നിവേദനം നൽകിയെന്ന് അല്ലസർ ഗ്രൂപ്പ് ചെയർമാൻ KM മൂസ പറഞ്ഞു. നമ്മുടെ ഈ 2 ബസ്സിൻ്റെയും കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ഇനിയും നമ്മൾ ബഹുമാനപ്പെട്ട മന്ത്രി ഗണേഷ് കുമാർ അവറുകളെ കണ്ട് നിവേദനം കൊടുത്തിട്ടുണ്ട്. കോതമംഗലത്ത് നിന്ന് അടിവാട് പല്ലാരിമംഗലം വഴി പൈങ്ങോട്ടൂർ വഴി ഒരു ബസ്സും കൂടി ഇങ്ങോട്ട് വരണം. അതോടൊപ്പം തന്നെ അടിമാലിയിൽ നിന്ന് ഒരു ബസ്സും കൂടി ഇങ്ങോട്ട് വരണമെന്നുള്ള നിവേദനം കൊടുത്തിട്ടുണ്ട്. തദ്ദേശ വകുപ്പ് തദ്ദേശ ഭരണ കഴിഞ്ഞതിന് ശേഷം ഇലക്ഷനൊക്കെല്ലാം അനുവദിക്കാമെന്നാണ് സമ്മതിച്ചിരിക്കുന്നത്. എന്തായാലും നമ്മുടെ ഈ കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളാണ് നമ്മുടെ ഇവിടെ ഇരിക്കുന്നത്. അവര് ഈ തദ്ദേശ ഭരണം അവിടെ തെരഞ്ഞെടുത്ത മെമ്പർമാരും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും എല്ലാം ഇന്ന് വളരെ സന്തോഷത്തിലാണ്. കാരണം അവരുടെ ആ യാത്രയിൽ തുടക്കത്തിലെ ഇത്രയും നല്ല ഒരു സംഭവം, നമ്മുടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു സർവീസാണ് നമ്മുടെ മൂവാറ്റുപുഴയിൽ നിന്ന് ഈ സ്ഥലത്തേക്ക്, ഈ ഏഴല്ലൂരിലേക്ക് വന്നിരിക്കുന്നത്. കാരണം ഒരുപാട് യാത്രക്കാരുണ്ട്. ഓട്ടോറിക്ഷയിലെല്ലാം 150, 200, 250 രൂപയാണ് ചെറിയ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ കൊടുക്കുന്നത്. അത് താങ്ങാവുന്ന ഒന്നല്ല. അതെല്ലാം മുൻനിർത്തിയാണ് ഞങ്ങളുടെ ഈ ആശുപത്രി അല്ലസർ മെഡിക്കൽ കോളേജ് ഇതുപോലൊരു 2 ബസ്സുകൾക്ക് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. ചടങ്ങിൽ തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ജോസുകുട്ടി ജോസഫ്, ഭീമ അനസ്, കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് മെമ്പർ സജി ചെമ്പകശ്ശേരി, ശാലിനി, അല്ലസർ മെഡിക്കൽ കോളേജ് CEO സുധീർ ഭാസുരി എന്നിവരും സന്നിഹിതരായിരുന്നു. ചടങ്ങിൽ ഡ്രൈവർ ബിനു വർഗീസിനെയും കണ്ടക്ടർ അനീഷ് ആന്റണിയെയും പൊന്നാടി അണിയിച്ച് ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.
മലനാട്ടിലെ ആദ്യ ക്രൈസ്തവ ദൈവാലയമായ പള്ളിക്കുന്ന് CSI പള്ളിയുടെ ചരിത്രം വിവരിക്കുന്ന പുസ്തകം പ്രകാശനം ചെയ്തു. CSI ഈസ്റ്റ് കേരള മഹായിടവക ബിഷപ്പ് ഹൌസിൽ നടന്ന ചടങ്ങിൽ ഗിന്നസ് സുനിൽ ജോസഫ് രചിച്ച പള്ളിക്കുന്ന് സെന്റ് ജോർജ് CSI ചർച്ച് 1.5 നൂറ്റാണ്ടിന്റെ ചരിത്രം എന്ന പുസ്തകം CSI സഭാ ഡെപ്യൂട്ടി മോഡറേറ്റർ ബിഷപ്പ് റൈറ്റ് റവറൻ VS ഫ്രാൻസിസ് പ്രകാശനം ചെയ്തു. CMS മിഷണറിയായിരുന്ന റവറൻ ഹെൻറി ബേക്കർ ജൂനിയർ 1869 ഫെബ്രുവരി 10 ഈ ദേവാലയം പണികഴിപ്പിച്ചത്. ചരിത്ര പ്രാധാന്യമുള്ള ദേവാലയ സെമിത്തേരിയിൽ ഇംഗ്ലണ്ട്, അയർലൻഡ്, സ്കോട്ട്ലൻഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള 34 വിദേശീയരെയും ഒരു കുതിരയെയും അടക്കം ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്പാത്തോഡിയ, കരിബിയൻ യൂക്ക, ഹവായിയൻ ചെറി, ബൊസെല്ലിയ, സൈപ്രനസ് വിഭാഗങ്ങളിൽപ്പെട്ട മരങ്ങളുമുണ്ട്. 163 വർഷം പ്രായമുള്ള കാപ്പിച്ചെടിയുമുണ്ട്. CSI ഈസ്റ്റ് കേരള മഹായിടവക ബിഷപ്പ് ഹൌസിൽ നടന്ന ചടങ്ങിൽ ഗിന്നസ് സുനിൽ ജോസഫ് രചിച്ച പള്ളിക്കുന്ന് സെന്റ് ജോർജ് CSI ചർച്ച് 1.5 നൂറ്റാണ്ടിന്റെ ചരിത്രം എന്ന പുസ്തകം CSI സഭാ ഡെപ്യൂട്ടി മോഡറേറ്റർ ബിഷപ്പ് റൈറ്റ് റവറൻ VS ഫ്രാൻസിസ് പ്രകാശനം ചെയ്തു. മൂന്നാർ ക്രൈസ്റ്റ് ദേവാലയ സെമിത്തേരിയിൽ അടക്കം ചെയ്തിരിക്കുന്ന ഇസബെല്ലയുടേതുൾപ്പെടെ 6 വിദേശികളുടെ സംസ്കാര രജിസ്റ്റർ, പള്ളിക്കുന്ന് പള്ളിയിലെ വിദേശീയരുടെ ജനനമരണ രജിസ്റ്റർ, സ്നാന വിവാഹ രജിസ്റ്റർ ഇവയെല്ലാം ചരിത്രരേഖയിൽ വിവരിക്കുന്നു. ചരിത്ര പുസ്തകങ്ങളായ ചർച്ച് മിഷണറി ഗ്ലീനിയർ, അബൌവ് ദ ഹറൻ പൂൾ, ദ ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ, ദ പാത്ത് ടു ദ ഹിൽസ് എന്നീ പുസ്തകങ്ങളിലെ വിവരങ്ങളും ചരിത്രരേഖയ്ക്ക് ആധാരമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തൊടുപുഴയുടെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന മുഴുത്തേറ്റ് MV ജോണിന്റെ പെട്ടെന്നുള്ള വിടവാങ്ങൽ നാടിന് തേങ്ങലായി. തൊടുപുഴയുടെ സാംസ്കാരിക മേഖലയ്ക്ക് പരിഹരിക്കാനാവാത്ത നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. എല്ലാ സമുദായക്കാർക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ടവർക്കും ഒരുപോലെ സ്വീകാര്യനായ അദ്ദേഹം തൊടുപുഴ ഉപാസനയുടെ സെക്രട്ടറിയായി 39 വർഷമായി പ്രവർത്തിച്ചു വരികയായിരുന്നു. റേഡിയോ, TV പ്രഭാഷകൻ എന്നീ നിലകളിലും അറിയപ്പെട്ടിരുന്നു. നല്ലൊരു എഴുത്തുകാരനായ ജോൺ സാറിന്റെ 9 പുസ്തകങ്ങൾ കേരളത്തിലെ പ്രമുഖ പ്രസാധകർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തൊടുപുഴയുടെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന മുഴുത്തേറ്റ് MV ജോണിന്റെ പെട്ടെന്നുള്ള വിടവാങ്ങൽ നാടിന് തേങ്ങലായി. തൊടുപുഴയുടെ സാംസ്കാരിക മേഖലയ്ക്ക് പരിഹരിക്കാനാവാത്ത നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. എല്ലാ സമുദായക്കാർക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ടവർക്കും ഒരുപോലെ സ്വീകാര്യനായ അദ്ദേഹം തൊടുപുഴ ഉപാസനയുടെ സെക്രട്ടറിയായി 39 വർഷമായി പ്രവർത്തിച്ചു വരികയായിരുന്നു. സർക്കാർ ജീവനക്കാർക്ക് അദ്ദേഹം നൽകിയിരുന്ന ഒരു ഉപദേശം, നമ്മുടെ സർവീസ് ജീവിതത്തിലുടനീളം നമുക്ക് സമ്പന്നനും ദരിദ്രനുമാകാം. നമ്മുടെ വരുമാനത്തിൽ നിന്ന് കുറച്ചു ഭാഗം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ നാം സമ്പന്നരാകുന്നു. നേരെ മറിച്ച് എന്തെങ്കിലും കാര്യത്തിന് വരുന്നവരുടെ മുൻപിൽ കൈനീട്ടുമ്പോൾ നാം ദരിദ്രരാകുന്നു എന്നായിരുന്നു ജോൺ സാറിന്റെ അഭിപ്രായം. നല്ലൊരു പ്രഭാഷകനും എഴുത്തുകാരനുമായിരുന്ന അദ്ദേഹം വൈദ്യുതി ബോർഡിൽ നിന്നും ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറായി വിരമിച്ച ശേഷം മനഃശാസ്ത്രത്തിൽ MSc-യും PhD-യും കരസ്ഥമാക്കിയിരുന്നു. ഏറെക്കാലം രാമപുരം മാർ അഗസ്തീനോസ് കോളേജിൽ അധ്യാപകനായും ജോലി ചെയ്തിട്ടുണ്ട്. നല്ലൊരു എഴുത്തുകാരനായ ജോൺ സാറിന്റെ 9 പുസ്തകങ്ങൾ കേരളത്തിലെ പ്രമുഖ പ്രസാധകർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ പുസ്തകങ്ങളുടെ റോയൽറ്റി പൂർണ്ണമായും ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി വിനിയോഗിച്ചിരുന്നതായി ഇദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തായ ഡോക്ടർ സാബു വർഗീസ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ച അനുസ്മരണത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഉപാസന സൗഹൃദ സദസ് രൂപീകരിച്ച സെമിനാറുകളിൽ ജനപങ്കാളിത്തം വർദ്ധിപ്പിച്ചതും MV ജോണിന്റെ നേതൃത്വത്തിലാണ്. തൊടുപുഴയ്ക്ക് സമീപം വഴുത്തലയിൽ മുഴുത്തേറ്റ് വർഗീസ് അന്നക്കുട്ടി ദമ്പതികളുടെ മകനായാണ് ജനനം. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം, സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദം, ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗിലും യോഗയിലും ബിരുദാനന്തര ഡിപ്ലോമ, സൈക്കോളജിയിൽ MPhil, PhD എന്നിവ നേടിയിട്ടുണ്ട്. ആലപ്പുഴ കാർമൽ പോളിടെക്നിക്കിൽ അധ്യാപകനായി ജോലി നോക്കിയിരുന്നു. 30 വർഷക്കാലം വൈദ്യുതി ബോർഡിൽ എഞ്ചിനീയറായിരുന്നു. പൂന ടാറ്റ മാനേജ്മെന്റ് ട്രെയിനിംഗ് സെന്റർ, ഹൈദരാബാദ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് കോളേജ് ഓഫ് ഇന്ത്യ, ഹരിയാന ഗുർഗാവോൺ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ പ്രശസ്ത മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ പ്രത്യേക പരിശീലനം നേടിയിട്ടുണ്ട്. ഇറ്റലി, സ്വിറ്റ്സർലൻഡ്, ഇംഗ്ലണ്ട്, മലേഷ്യ, സിംഗപ്പൂർ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ പര്യടനം നടത്തിയിട്ടുണ്ട്. ഹ്യൂമൻ റിസോഴ്സ് കൺസൾട്ടന്റ്, ട്രെയിനർ, കൗൺസിലർ തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. വിവിധ വിഷയങ്ങളിൽ 1000-ലേറെ വർക്ക്ഷോപ്പുകളും സെമിനാറുകളും ക്ലാസുകളും നടത്തിയിട്ടുണ്ട്. റേഡിയോ, TV പ്രഭാഷകൻ എന്നീ നിലകളിലും അറിയപ്പെട്ടിരുന്നു. ഡോൺ ബോസ്കോ, ക്രിയേറ്റീവ് ബിസിനസ് തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളിൽ മനഃശാസ്ത്ര മാനേജ്മെന്റ് വിഷയങ്ങളിൽ തുടർപന്തികൾ കൈകാര്യം ചെയ്തിരുന്നു. ഇന്ത്യൻ സൊസൈറ്റി ഫോർ ട്രെയിനിംഗ് ആൻഡ് ഡെവലപ്മെന്റ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ് എന്നിവയുടെ ലൈഫ് മെമ്പറായിരുന്നു. സ്ട്രെസ്, മനഃശാസ്ത്ര ആത്മീയ പരിഹാരങ്ങൾ, ജീവിതം സന്തുഷ്ടമാക്കാൻ, നിത്യയൗവനം നേടാൻ, വിജയിയുടെ വ്യക്തിത്വം, മനഃശാസ്ത്ര ആത്മീയ മാർഗരേഖ, ഇമോഷണൽ ഇന്റലിജൻസ്, വിജയരഹസ്യങ്ങൾ, ജീവിത വിജയത്തിന് മനഃശാസ്ത്ര മന്ത്രങ്ങൾ തുടങ്ങിയവയാണ് പ്രധാന പുസ്തകങ്ങൾ. ഭാര്യ ബിനിയമ്മ ജോൺ തൊടുപുഴ ന്യൂമാൻ കോളേജ് ബോട്ടണി വിഭാഗം മുൻ മേധാവിയും കോതമംഗലം പുളിക്കൽ കുടുംബാംഗവുമാണ്. അനുബെൽ ജോൺ, ലിസ്ബൽ എന്നിവരാണ് മക്കൾ. രാജീവ് കുര്യൻ മരുമകനാണ്. ഭൗതിക ശരീരം ജനുവരി 3-ാം തീയതി ശനിയാഴ്ച രാവിലെ 8 മണിക്ക് തൊടുപുഴ വടക്കുമുറി റോഡിലുള്ള ഭവനത്തിലെത്തിക്കും. സംസ്കാര ശുശ്രൂഷകൾ ഉച്ചകഴിഞ്ഞ് 2:30 വസതിയിൽ ആരംഭിച്ച് തൊടുപുഴ തെനങ്കുന്ന് സെന്റ് മൈക്കിൾസ് പള്ളിയിൽ നടക്കും.
ഞായറാഴ്ച വൈകുന്നേരം 4:30 ഉപാസന ഓഡിറ്റോറിയത്തിൽ അനുസ്മരണ യോഗം നടക്കും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തീർത്ഥാടന കേന്ദ്രമായ വണ്ണപ്പുറം മാർസ്ലീവ ടൗൺ പള്ളിയിൽ ഉണ്ണീശോയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാൾ ജനുവരി 9, 10, 11, 12 തീയതികളിൽ നടത്തുമെന്നും തിരുനാളിലും തിരുക്കർമ്മങ്ങളിലും പങ്കുചേർന്ന് അനുഗ്രഹം പ്രാപിപ്പാൻ ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നതായും വികാരി റവറൻഡ് ഡോക്ടർ ജിയോ തടിക്കാട്ട് അറിയിച്ചു. തീർത്ഥാടന കേന്ദ്രമായ വണ്ണപ്പുറം മാർസ്ലീവ ടൗൺ പള്ളിയിൽ ഉണ്ണീശോയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാൾ ജനുവരി 9, 10, 11, 12 തീയതികളിൽ നടത്തുമെന്ന് വികാരി റവറൻഡ് ഡോക്ടർ ജിയോ തടിക്കാട്ട്, ഫാദർ ആന്റണി ചെറുവള്ളിൽ, ഫാദർ ജെയിംസ് ഏഴാനിക്കാട്ട് എന്നിവർ അറിയിച്ചു. തിരുനാളിന് ഒരുക്കമായുള്ള നൊവേന ജനുവരി 1 ആരംഭിച്ചു. പ്രധാന തിരുനാൾ ദിവസങ്ങളായ ജനുവരി 9 വെള്ളിയാഴ്ച രാവിലെ 6 മണിക്കും 10 മണിക്കും വിശുദ്ധ കുർബാന, നൊവേന, ആരാധന എന്നിവയുണ്ടായിരിക്കും. 4 മണിക്ക് ജപമാല, 4:30 കൊടിയേറ്റ്, തിരുസ്വരൂപ പ്രതിഷ്ഠ റവറൻഡ് ഡോക്ടർ ജിയോ തടിക്കാട്ട് നയിക്കും. 5 മണിക്ക് ആഘോഷമായ റാസ കുർബാന ഫാദർ പോൾ ആക്കപ്പടിക്കൽ, ഫാദർ ആന്റണി ചെറുവള്ളിൽ, ഫാദർ സിറിയക് മഞ്ഞക്കടമ്പിൽ എന്നിവർ നയിക്കും. ജനുവരി 10 ശനിയാഴ്ച രാവിലെ 6 മണിക്കും 10 മണിക്കും വിശുദ്ധ കുർബാന, ലദ്ദീഞ്ഞ്, അമ്പ്, മുടി എഴുന്നള്ളിക്കൽ. വൈകിട്ട് 4 മണിക്ക് ആഘോഷമായ തിരുനാൾ കുർബാന, സന്ദേശം ഫാദർ ജിതിൻ വടക്കൽ. തുടർന്ന് ലദ്ദീഞ്ഞ്, പ്രദക്ഷിണം, സമാപന പ്രാർത്ഥന, കലാപരിപാടികൾ. ജനുവരി 11 ഞായറാഴ്ച രാവിലെ 5:30 7 മണിക്കും 9:30 വിശുദ്ധ കുർബാന. തുടർന്ന് അമ്പ, മുടി എഴുന്നള്ളിക്കൽ. വൈകിട്ട് 4 മണിക്ക് ആഘോഷമായ തിരുനാൾ കുർബാന, സന്ദേശം ഫാദർ ആൽബിൻ പറക്കനാൽ. തുടർന്ന് ലദ്ദീഞ്ഞ്, പ്രദക്ഷിണം, കാഞ്ഞിരമറ്റം സിറ്റി കപ്പേളയിലേക്ക്. സമാപന പ്രാർത്ഥന, ബാൻഡ്, ചെണ്ടമേളങ്ങൾ. ജനുവരി 12 തിങ്കളാഴ്ച മരിച്ചവരുടെ ഓർമ്മദിനവും ജനുവരി 18 ഞായറാഴ്ച 8-ാം ഇടവും ആചരിക്കും. തിരുനാൾ ദിവസങ്ങളിൽ കുമ്പസരിക്കുന്നതിനും അമ്പ്, മുടി എന്നിവ എഴുന്നള്ളിക്കുന്നതിനും അടിമ വയ്ക്കുന്നതിനും നേർച്ചക്കാഴ്ചകൾ സമർപ്പിക്കുന്നതിനും സൗകര്യമുണ്ടായിരിക്കും. സ്നേഹമുള്ളവരെ, വണ്ണപ്പുറം മാർസ്ലീവ ടൗൺ പള്ളിയിൽ പ്രധാന തിരുനാൾ ആരംഭിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് കുർബാന, നൊവേന, ആരാധന എന്നീ തിരുക്കർമ്മങ്ങളുണ്ട്. 9-ാം തീയതി വരെ ഈ ഫൊറോനയിലെ മറ്റു അച്ഛന്മാർ വന്ന് കുർബാനയും നൊവേനയും ആരാധനയും നടത്തുന്നു. 9-ാം തീയതി മുതലാണ് പ്രധാന തിരുനാൾ ദിവസങ്ങൾ. 9-ാം തീയതി വൈകുന്നേരം 4:30 കൊടിയേറ്റ്, തുടർന്ന് ആഘോഷമായ റാസ കുർബാന. പിറ്റേ ദിവസം 10-ാം തീയതി ശനിയാഴ്ച ഇടവക തിരുനാളിൻ്റെ പ്രധാന ദിവസം വൈകുന്നേരം 5 മണിക്ക് വിശുദ്ധ കുർബാന. തുടർന്ന് ആഘോഷമായ ടൗൺ പ്രദക്ഷിണം, വാദ്യമേളങ്ങളുടെയും ദീപാലങ്കാരങ്ങളുടെയും ഇടവകയിലെ മുഴുവൻ ആളുകളുടെയും സാന്നിധ്യത്തിൽ പങ്കാളിത്തത്തിൽ നടത്തുന്ന ആഘോഷമായ ടൗൺ പ്രദക്ഷിണം. ടൗൺ പ്രദക്ഷിണം തിരിച്ചു വന്നതിന് ശേഷം വിവിധ വാദ്യമേളകൾ ഉൾക്കൊള്ളുന്ന ഫ്യൂഷൻ പരിപാടികൾ പള്ളിമുറ്റത്ത് ഉണ്ടായിരിക്കുന്നതാണ്. 11-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് ആഘോഷമായ തിരുനാൾ കുർബാന, പ്രസംഗം. തുടർന്ന് കാഞ്ഞിരങ്കവല കപ്പേളയിലേക്ക് ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണം എന്നിവയാണ് തിരുനാൾ തിരുക്കർമ്മങ്ങളും മറ്റ് ആഘോഷ പരിപാടികളും. എല്ലാവരും വന്ന് ഉണ്ണീശോയുടെ അനുഗ്രഹം പ്രാപിക്കുവാനും ഈ തിരുനാൾ ഏറ്റവും മോടിയായി നടത്തുന്നതിനും എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വളരെയേറെ തീർത്ഥാടകർ വരുന്ന ഒരു തീർത്ഥാടക ദേവാലയമാണിത്. പ്രത്യേകിച്ച് ആദ്യ വെള്ളിയാഴ്ച തിരുക്കർമ്മങ്ങളിലും മറ്റ് ദിവസങ്ങളിൽ വന്ന് പ്രാർത്ഥിച്ച് എണ്ണയൊഴിച്ച് നേർച്ചകൾ നേർന്ന് പോകുന്നവർക്ക് നിരവധിയായ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനുള്ള സാക്ഷ്യങ്ങൾ എല്ലാ ദിവസവും ലഭിക്കുന്നുണ്ട്. നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നതിനും ഈശോയോടുള്ള വിശ്വാസം വളരുന്നതിനും ഈശോയുടെ വണക്കത്തിനും ഭക്തിയിലും വളരുന്നതിനും ഈ തിരുനാൾ ഒരു അവസരമാകട്ടെ എന്ന് ആശംസിക്കുകയും എല്ലാവരെയും ഒരിക്കൽ കൂടി തിരുനാളിന് ക്ഷണിക്കുകയും ചെയ്യുന്നു. ദർഭത്തൊട്ടി മങ്കുഴിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കുംഭഭരണി മഹോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനവും ആദ്യ സംഭാവന സ്വീകരണവും നടത്തി. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ഭാസ്കരൻ നോട്ടീസ് പ്രകാശനം നിർവഹിച്ചു. 2026 ഫെബ്രുവരി 19 വ്യാഴം മുതൽ 23 തിങ്കൾ വരെയാണ് കുംഭഭരണി മഹോത്സവം നടത്തപ്പെടുന്നത്. കലശാഭിഷേകം, വിശേഷാൽ പൂജകൾ, മഹാപ്രസാദം ഊട്ട്, വിവിധ കലാരൂപങ്ങളോടും വാദ്യമേളങ്ങളോടും കൂടിയ താലപ്പൊലി ഘോഷയാത്ര എന്നിവ ആചാരാനുഷ്ഠാനങ്ങളോടെ നടത്തപ്പെടും. പുണ്യപുരാതന ദർഭത്തൊട്ടി മങ്കുഴിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കുംഭഭരണി മഹോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനവും ആദ്യ സംഭാവന സ്വീകരണവും നടത്തി. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ഭാസ്കരൻ നോട്ടീസ് പ്രകാശനം നിർവഹിച്ചു.
അതിനകത്ത് മറ്റേ രസീത് കൂടിയാണ് തോന്നുന്നു അല്ലേ? ഭക്തജനങ്ങളെ, മങ്കുഴിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ എല്ലാ വർഷവും നടത്തി വരാനുള്ള കുംഭഭരണി മഹോത്സവം ഈ ഫെബ്രുവരി മാസം 19 മുതൽ 20 വരെ ഇവിടെ നടത്തപ്പെടുകയാണ്. കഴിഞ്ഞ തവണത്തേലും ഗംഭീരമായ രീതിയിലുള്ള ഒരു ഉത്സവം നടത്താൻ ഈ ഭരണസമിതിക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളോടൊപ്പം ബ്ലോക്ക് പ്രസിഡന്റ് എന്ന നിലയിലല്ല, ഇവിടുത്തെ മങ്കുഴിക്കാവ് മുൻ പ്രസിഡന്റ് എന്ന നിലയിലും ഒരു ഭക്തൻ എന്ന നിലയിലും നിങ്ങളോടൊപ്പം ഏത് കാര്യത്തിനും ഉണ്ടാകും. എന്തെങ്കിലും തെറ്റിദ്ധാരണ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് മാറ്റണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് സമർപ്പിക്കുന്നു. തുടർന്ന് ആദ്യ സംഭാവന സമർപ്പണം ക്ഷേത്രം പ്രസിഡന്റിന് നൽകിക്കൊണ്ട് മിനി രാജീവ് നിർവഹിച്ചു. നമ്മുടെ ഈ വർഷത്തെ കുംഭഭരണി മഹോത്സവത്തിൻ്റെ ആദ്യ സംഭാവന സ്വീകരിക്കുന്ന ചടങ്ങാണിത്. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മുൻ പ്രസിഡന്റും ഇപ്പോഴത്തെ ഇളന്തശം ബ്ലോക്ക് പ്രസിഡന്റുമായ ശ്രീ രാജീവ് ഭാസ്കരൻ അവരുടെ ഭാര്യ ആദ്യ സംഭാവന പ്രസിഡന്റിന് നൽകിക്കൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നടത്തുകയാണ്. ഈ ചടങ്ങിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യും. ക്ഷേത്രം ശാന്തി രാമചന്ദ്രൻ തിരുമേനി, ക്ഷേത്രം പ്രസിഡന്റ് സ്വപ്നകുമാർ PS, സെക്രട്ടറി ഷിബി KS, ട്രഷറർ അരുൺകുമാർ VS, വാർഡ് മെമ്പർ അജിത ദിനേശൻ, കമ്മിറ്റി അംഗങ്ങൾ, മാതൃസമിതി യൂത്ത് വിംഗ് അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. 2026 ഫെബ്രുവരി 19 വ്യാഴാഴ്ച മുതൽ 23 തിങ്കളാഴ്ച വരെയാണ് കുംഭഭരണി മഹോത്സവം നടത്തപ്പെടുന്നത്. കലശാഭിഷേകം, വിശേഷാൽ പൂജകൾ, മഹാപ്രസാദിയൂട്ട്, വിവിധ കലാരൂപങ്ങളോടും വാദ്യമേളങ്ങളോടും കൂടിയ താലപ്പൊലി ഘോഷയാത്ര എന്നിവ ആചാരാനുഷ്ഠാനങ്ങളോടെ നടത്തപ്പെടും. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മൂവാറ്റുപുഴയിൽ നിന്നും പുതിയ 2 KSRTC ബസ് സർവീസുകൾ ആരംഭിച്ചു. മൂവാറ്റുപുഴ ഡിപ്പോയിൽ നടന്ന ചടങ്ങിൽ ബസ് സർവീസുകളുടെ ഉദ്ഘാടനം മാത്യു കുഴൽനാടൻ MLA നിർവഹിച്ചു. പെരിങ്ങാശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം 3, 4 തീയതികളിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മന്ത്രി OR കേളു ഉദ്ഘാടനം നിർവഹിക്കും. തൊടുപുഴ ശ്രീകൃഷ്ണവിലാസം NSS കരയോഗം നമ്പർ 640ന്റെ ആഭിമുഖ്യത്തിൽ 149ാമത് മന്നം ജയന്തി ദിനം ആഘോഷിച്ചു. തൊടുപുഴ NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ള പതാക ഉയർത്തി. തുടർന്ന് കരയോഗ അംഗങ്ങൾ ചേർന്ന് 149 മൺചിരാതുകളും തെളിയിച്ചു. തൊടുപുഴ മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷറർ R രമേശ് ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ നിന്നും ഏഴല്ലൂർ അല്ലസർ മെഡിക്കൽ കോളേജിലേക്ക് ആരംഭിച്ച പുതിയ ബസ് സർവീസിന് അല്ലസർ മെഡിക്കൽ കോളേജിൽ സ്വീകരണം നൽകി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.